ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതൽ 10 വരെയും 34 മുതൽ 37 വരെ ഉള്ള വാക്യങ്ങളാണ്. അതായത് ധൂപപീഠം, വർഗങ്ങൾ കത്തിക്കുന്ന ധൂപപീഠം. ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മോശയോട് ദൈവം കൊടുക്കുന്ന നിർദ്ദേശം ഇതുണ്ടാക്കുമ്പോൾ അക്കേഷ്യ തടിയും വെച്ച് അതിൻ്റെ അളവുകളെല്ലാം കൊടുത്ത് പണിയാനാണ് പറയുന്നത്. അക്കേഷ്യ തടി വെച്ച് പണിഞ്ഞിട്ട് അതിൽ സ്വർണം കൊണ്ട് മുഴുവനും പൂശി. അപ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തിരിശിലയ്ക്ക് മുമ്പിൽ ആണ് ഇതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. അത് പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് 30-ാം അധ്യായത്തിൽ. കൂടാതെ ഇത് പണിയുമ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ ധൂപവർഗങ്ങളും എന്തൊക്കെ ആയിരിക്കണമെന്നാണ് നമ്മൾ 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അത് പ്രത്യേകം ഉണ്ടാക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ വെച്ചുണ്ടാക്കണം. കൂടാതെ പ്രത്യേകം അവരോട് പറയുന്നതാണ്, ഇതുപോലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ കോപ്പി ഉണ്ടാക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കോ നിങ്ങളുടെ വീടുകളുടെ ആവശ്യം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കോ ഒന്നും ഉണ്ടാക്കരുത്. ഇത് പ്രത്യേകം ധൂപപീഠത്തിൻ്റെ മേൽ ഇടാൻ വേണ്ടി മാത്രം ആണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ധൂപപീഠവും മോശ പണിയുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ കണ്ട വിഷയങ്ങളാണ്. പുറപ്പാട് പുസ്തകം 25:9, 25:40, 26:30, അതുപോലെ തന്നെ ഹെബ്രായ ലേഖനം 8:5 കാണുന്നത് സ്വർഗത്തിലുള്ള അതേ പാറ്റേണിൽ വേണം മോശ ഇത് ഉണ്ടാക്കുവാൻ ധൂപപീഠം. അപ്പോൾ ധൂപപീഠം പണിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ന് പഴയ നിയമത്തിലുണ്ടാക്കിയ ദേവാലയത്തിൻ്റെ ധൂപപീഠം അവിടെയൊന്നും ഇല്ല. ദേവാലയം മുഴുവൻ നശിപ്പിച്ച് വീണ്ടും അവർ പണിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ സ്വർഗത്തിൽ കാണിച്ചതുപോലാണ് മോശ ഇത് ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലുള്ള സ്വർണം കൊണ്ടുള്ള ആ ധൂപപീഠം ഇന്നും അതേപോലെ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലുള്ള ധൂപപീഠത്തിൽ നമുക്ക്, അതായത് സ്വർണത്തിൻ്റെ ആ ധൂപപീഠത്തിൽ വെളിപ്പാട് പുസ്തകം 8:3-4 നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലുള്ള ആ സ്വർണം കൊണ്ടുള്ള ധൂപപീഠത്തിൽ ദൂതൻ ധൂപവർഗ്ഗങ്ങൾ അർപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ അതിൽ അർപ്പിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ ധൂപപീഠത്തിൻ്റെ പ്രത്യേക ആവശ്യം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ, അതായത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പാകിൽ ഉയരുന്നതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ധൂപപീഠത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് ആരാധിക്കുമ്പോൾ ധൂപപീഠമൊന്നുമില്ല, പുകയില്ല. ചില പള്ളികളിൽ നമുക്ക് കാണുന്നു കുന്തിരിക്കൊക്കെ പുകയ്ക്കുന്നതായിട്ട് കാണുന്നു. അതൊന്നും പഴയ നിയമത്തിൽ കാണുന്ന ധൂപമൊന്നുമല്ല. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ധൂപമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമുക്കതൊരു നിഴലായിട്ടാണ്. അതായത് സ്വർഗത്തിലുള്ള ധൂപപീഠം, അവിടെ അർപ്പിക്കുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് ദൈവത്തിന് എപ്പോഴും ഒരു സുഗന്ധമാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ധൂപം അർപ്പിക്കുമ്പോൾ പഴയ നിയമത്തിൽ മോശയോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവജനം ഇതുപോലൊന്നും വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കല്ലേ. പക്ഷെങ്കിൽ നമുക്ക് ചില ആപത്തുകൾ നമുക്ക് കാണുന്നുണ്ട്. ആപത്തിൽ തന്നെയല്ല, അവരുടെ കയ്യിലിരിപ്പാണ്. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നാദാബും അബീഹുവും, അതായത് അഹരോൻ്റെ സ്വന്തം മക്കൾ പോയി ദൈവം പറയാത്ത
ധൂപവർഗം എടുത്ത് അവർ പുകച്ച് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടതാണ് നമ്മൾ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ. അപ്പോൾ അത്ര സീക്രട്ടാണ്, അത്ര വിശുദ്ധമായ ഒരു സംഭവമാണ്. തന്നെയല്ല, അത് നിസ്സാരമായിട്ട് കണ്ടിട്ട് തോന്നുന്ന പോലെ അവർക്ക് ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇത് അർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്ന പോലെ തന്നെ അർപ്പിച്ചേ മതിയാകത്തുള്ളൂ. അത് ലേവ്യ പുസ്തകം 16:11 നമ്മൾ കാണുന്നു. അഹരോൻ ഇതെങ്ങനെ ഈ ധൂപം ഉപയോഗിക്കുന്നു. അതായത് ഒരു ഫയർ പാൻ അല്ലെങ്കിൽ ചട്ടുകം പോലത്തെ ഫയർ പാൻ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് യാഗപീഠത്തിൽ നിന്നുള്ള കനലെടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ ധൂപവർഗം പുകച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ധൂപം പുകച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ ഇത് പ്രത്യേക നിർദ്ദേശം കൊടുത്തത് ദൈവജനം അത് പാലിക്കാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥനയാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, ദൈവജനത്തിൻ്റെ ഇന്ന് നമ്മൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം പേഴ്സണൽ നീഡ്സ് ആണ് എന്ന് നമുക്ക് അത് സമ്മതിച്ചേ മതിയാകത്തുള്ളൂ. പ്രാർത്ഥനയുടെ ഒരു ഭൂരിപക്ഷം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എസ്രാൻ്റെ പുസ്തകം 9-ാം അധ്യായം, നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം, അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ചില പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. എസ്രാ 9-ൽ നമ്മൾ കാണുന്നുണ്ട്, ആ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞ് അനുദപിക്കുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത് എസ്രാ 9-ൽ. നെഹമ്യ 9-ൽ നമ്മൾ കാണുന്നത് ഒരു കൂട്ടം ദൈവമക്കൾ അല്ലെ ഭക്തന്മാർ ഒന്നിച്ചു കൂടി ഈ ദൈവജനത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ടിങ്ങനെ ആയി, അതിൻ്റെ ദൈവത്തെ സ്തുതിച്ച് അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ ചിന്തിച്ച് ദൈവത്തിന് മുമ്പാകെ നിറപ്പ് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് നെഹമ്യ 9-ൽ നമുക്ക് കാണുന്നു. അതേപോലെ തന്നെ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിലും ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. അവിടെ ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ള വ്യാകുലം, കണ്ട ദർശനത്തിൻ്റെ യെരമ്യ കണ്ട ദർശനത്തിൻ്റെ അർത്ഥം ചോദിച്ചുള്ള വ്യാകുലപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. അപ്പോൾ ദൈവജനത്തിൻ്റെ അവസ്ഥ, ഈ വീണ്ടും അടിമത്തത്തിലേക്ക് കടന്നതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിൽ നിന്നുള്ള ഉത്തരം അവർ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകളുടെ എല്ലാ ഉള്ളടക്കം നോക്കിയാൽ അതിനകത്തൊന്നും പേഴ്സണൽ നീഡ്സ് അല്ലെ സ്വകാര്യ ആവശ്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് കാണുന്നില്ല. എല്ലാം ദൈവജനത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവജനത്തിൻ്റെ അവസ്ഥയും ദൈവത്തിന് മഹിമ കിട്ടാതെ എന്തുകൊണ്ട് ദൈവജനം ഈ ഒരു അവസ്ഥയിലെത്തി, ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം നമ്മൾ കാണിക്കുന്നത്. അത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മതി. എസ്രാ 9, നെഹമ്യ 9, അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും അത് അനുഗ്രഹിക്കപ്പെടാനാണ് നമ്മൾ ഇതിനകത്തെ ഉള്ളടക്കങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ. ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ആണ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിന് വേണ്ടിയാണോ അതോ ദൈവത്തിൻ്റെ മഹിമയ്ക്കും ദൈവജനത്തിൻ്റെ ഉറപ്പിനും വിശ്വാസത്തിൽ വർദ്ധിക്കാനും ഉള്ള കാരണങ്ങൾ തേടിയുള്ള പ്രാർത്ഥന ആണോ എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. സ്വകാര്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, പേഴ്സണൽ ആവശ്യങ്ങളാണ് നമ്മുടെ ഒക്കെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു പങ്ക്. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മുടെ മഹാപുരോഹിതൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദൈവജനത്തിന് വേണ്ടി, അതായത് ക്രിസ്തു മരിച്ച് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ വിശ്വസിച്ച്
ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആകുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാദാബും അബീഹുവും ദൈവത്തിന് ഹിതമല്ലാത്ത പ്രാർത്ഥന, അതായത് ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിലുള്ള ധൂപങ്ങൾ, ദൈവത്തിന് ഹിതമല്ലാത്ത പ്രാർത്ഥന, ഇതാണ് നമ്മൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഈ യോഹന്നാൻ 17 തന്നെയല്ല, ക്രൂശിന് പോകുന്നതിന് മുമ്പേ യേശുക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്തുവാ, നിൻ്റെ ഹിതം, അതായത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും നിറവേറട്ടെ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദേവാലയത്തിനുള്ളിൽ കടക്കാൻ ഒക്കാതെ ലേവ്യ ഗോത്രത്തിൽ മാത്രമുള്ളവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാനേ സാധിച്ചുള്ളൂ. പക്ഷെങ്കിൽ ഇന്ന് ദേവാലയം, യേശുക്രിസ്തു മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല കീറി കൃപാസനത്തോട് നമുക്ക് അടുത്ത് വരാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം, വിശ്വസിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാ വിശ്വാസികൾക്കും കൃപാസനത്തോട് അടുക്കാനുള്ള സ്വാതന്ത്ര്യം എബ്രായ ലേഖനം 4:16 നമ്മൾ കാണുന്നുണ്ട്. അതായത് കരുണ ലഭിക്കാനായിട്ട്, കൃപ ലഭിക്കാനായിട്ട് കൃപാസനത്തോട്ട് ധൈര്യമായിട്ട് നമുക്ക് അടുത്തു വരാം എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ചിന്തകൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ചിന്തിക്കുകയും ഈ പറഞ്ഞ അധ്യായങ്ങൾ നമുക്ക് വായിച്ച് അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിച്ച് പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.